ഈ മീൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യമൊക്കെ പാമ്പാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പാമ്പ് അറിയോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മീന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഇത് പല സ്ഥലത്ത് പല പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടവരാലെന്നും ഉലുവ മീനെന്നും പറയും. വീട്ടിൽ പൊതുവെ ഇതിന് ഉലുവ മീൻ എന്നാണ് പറയാറുള്ളത്. ഞങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു ഈ മീൻ. ഇത് കറി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം, അന്ന് കഴിക്കരുത്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളിവിടെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായി മീൻ കറിയൊക്കെ വെച്ചിട്ട് പിന്നെ ഇന്ന് കടവരാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉലുവ മീൻ അടുപ്പിൽ വെക്കാം. കുറച്ച് ദിവസമായിട്ട് അടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവാം, എങ്കിലും ഇതുകൂടെ നിങ്ങൾ കണ്ടേ പറ്റൂ. അപ്പോൾ ഐശ്വര്യമായിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ചോളൂ. ആഹാ, മഞ്ചിട്ട് വെച്ചപ്പോഴാണ് ഒരു അഴക്. അതെ. അപ്പോൾ സൂക്ഷിച്ച് ഐശ്വര്യമായിട്ട് കേട്ടോ, കൈവളല്ലേ. തീ കൂടുതലാണോ? അല്ല, കുഴപ്പമില്ല. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കളെ. നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. തങ്കമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷം ഇതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ വെളിയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ അമ്മയും കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് പോകണം, അല്ലേ കവി? ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തു വരുവാണെന്ന് പുറത്ത് പോകണം. അപ്പം നോക്കട്ടെ. അപ്പം എന്തായാലും തൽക്കാലം അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീനാണ് അതാണ്. അതെ, ഇത് നാളെ എടുക്കത്തുള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് ഞങ്ങൾ. അതിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയായി രാത്രിയിൽ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാണ്. അതിന് ശേഷമാണ് ഞങ്ങളിപ്പം ഇത് വെക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും കഴിച്ചു പോകാനെ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് വെന്ത് നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് മുളകൊക്കെ പിടിച്ച് നാളെ രാവിലെ സെറ്റായിട്ട് വേണം ബർത്ത്ഡേ ഗേളിന് കൊടുക്കാൻ, അല്ലേ? എന്തായാലും സ്വാഭാവികം. ശരിയല്ലേ? കഴിഞ്ഞല്ലോ, മതിയല്ലോ. 10 മിനിറ്റ് കൂടുതലിന് വേവ് വേണ്ട ഈ സാധനത്തിന്. സോഫ്റ്റ് മാംസമായി വിവാമിൻ്റെ. എൻ്റെ പൊന്നു, തിളക്കുന്ന തിള കണ്ടോ സുഹൃത്തുക്കളെ? ഇതിപ്പോ മീനിലോട്ട് മസിൽ വിളിച്ചിട്ടില്ലല്ലോ. ഇതിപ്പോ നാളെ ശരിയാവുമ്പോ ഈ മഞ്ചട്ടി ചൂടല്ലേ, ഇതിലിരുന്ന് അത് തണുത്ത് സെറ്റാവും. എനിക്ക് വയ്യ. എത്രക്കാലും നമ്മള് ചട്ടിയിൽ ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നതിന്റെ രുചി, അതിന് പ്രത്യേക രുചി തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. ഇത് ഇവിടെ കിടക്കട്ടെ. അതെൻ്റെ ഡെക്കറേഷനാണോ? എന്നിട്ട് ഇതിങ്ങനെ അടച്ച് ഇതിങ്ങനെ വാങ്ങി സൂക്ഷിച്ച് കയ്യ് ഒരു കുളക്കി ഇവിടെ വെച്ചേക്കാം. നാളെ ആകുമ്പോ അത് വെള്ളവും കാണത്തില്ല, ഒന്നും കാണത്തില്ല, നല്ല മസിലൊക്കെ പിടിച്ചിരിക്കും. നമുക്ക് നാളെ രാവിലെ തുറന്നു നോക്കാൻ മതിയല്ലോ. രാത്രി ഭക്ഷണം തുറന്ന് നോക്കാതിരിക്കുവാണെങ്കിൽ നാളെ രാവിലെ ഇങ്ങനെ ഇരിക്കും. അത്ര വിശ്വാസം പോരാ. അവിടെ ഇരുന്നട്ടെ, ഞാൻ തുടത്തില്ല. തെളിവുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഇതൊക്കെ അളന്ന് വെക്കും. ഓക്കെ. ലൈറ്റ് ഇട്ട് നിക്ക് ധൃതി പിടിക്കല്ലേ സുഹൃത്തുക്കളെ. ഇന്നലെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് വാക്ക് വലിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് ഉപ്പ് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി എടുത്ത് കഴിച്ചു. ഞങ്ങൾ അച്ഛനും അമ്മയും പിള്ളേരും കൂടെ. അച്ഛൻ ഒരു റേഷൻ എടുത്ത് നോക്കിയപ്പോൾ മക്കൾക്ക് വേണം. മക്കള് എടുത്തപ്പോൾ പിന്നെ ഞാനായിട്ട് എന്താണ് സമയം ഇപ്പം 6:30 രാവിലെ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. ഇതെന്തൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്? പൂച്ച ഇത് പൊളിച്ച് കേട്ടാ. വെൽ ഡൺ മൈ ബോയ്. കൊള്ളാം. ഒന്ന് മറ്റേ ഇങ്ങനെ നാട്ടണ്ട ഇങ്ങനെ. മണം നല്ല കുഴമ്പന. അതെ.
അപ്പം ഇന്ന് ഇച്ചിരി കപ്പയും കൂടെ വാങ്ങിച്ച് പിടി പിടിക്കണം അല്ലേ. അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേകൾ അകത്തുണ്ട്. ഇന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്രത്യേക പ്ലാനൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം. ഇന്ന് അമ്മയും കൊണ്ട് പുറത്ത് പോകണം. അപ്പോൾ അതൊക്കെ പ്ലാന് നടക്കുമെന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ മീൻകറി ടാറ്റാ ബൈ ബൈ.